നീ സഗമ പമഗ സഗമ പനിദമപ്പഗ സമാഗമ പനി സഗമ പനി സാ പനി സഗാരി സനിദമഗരി നി സ പമ നിരി മഗ പനി ഗരി സ. നഗരാജ ആ നഗരാജ ആ ആ ആ ആ നഗരാജ ആ നഗരാജ ധരണീതു പരിവാരൂലല്ല ആ നഗരാജ ധരണീതു പരിവാര గారే ఎడులుండు దురని ఓగి బోధన చేసే వారలు గారే ఎడులుండు దురని నగుమో ఓ మూకనలేని నాజాలి తెలిసి నన్ను ఓ నగుమో మూగనలేని నా జాలి తెలిసి പിടിച്ചുകെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറുന്ന മാൻകിടാവേ പിടിച്ചുകെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറുന്ന മാൻകിടാവേ ആകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചോരിഞ്ഞാലും നോക്കി നിൽക്കാൻ എന്തു രസം നിന്നഴക് മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരി മാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ. ദേവരാജൻ മാഷ് മുതൽ നമ്മുടെ ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ് വരെയുള്ള ശ്രേഷ്ഠ സംഗീത സംവിധായകർ നമ്മുടെ കർണാടക സംഗീത രാഗങ്ങൾ എങ്ങനെയാണ് മലയാള സിനിമയിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഉപയോഗിച്ചതെന്ന വിഷയം പാടി പറയുന്നതാണ് ഈ സംഗീത പരിപാടി. ആബേരി എന്ന രാഗമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് മാധുര്യം നമുക്ക് നുണയാം. നമ്മുടെ ജോൺസൺ മാഷ് പുഴയൊഴുകും വഴിയരികിൽ രാക്കളമ്പിൻ പൂമഴയിൽ മുരളികയൂതി ഞാൻ നിൽപ്പൂ പ്രിയമോടെ വരുകില്ലയോ പാതിരാ പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പൾമുളം കൂട്ടിലേ കാറ്റുണർന്നു. അർജുനൻ മാഷ് മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പറന്നു ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. ഈ ആഭേരി ദേവരാജൻ മാഷ് ആദ്യകാലത്ത് തന്നെ ഉപയോഗിച്ചു. എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ ഹേമന്ത
ഉദയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി മാകന്ത ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി. അതായത് ഇന്ത്യൻ സിനിമ തന്നെ ഈ ആഭേരിയോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അല്ല, ആഭേരി രാഗം ബേസ് ചെയ്തിട്ട് മാത്രം ഈ അടുത്ത കാലത്ത് റീ റെക്കോർഡിങ് ഫുള്ള് ഈ രാഗത്തെ ബേസ് ചെയ്തിട്ട് ചെയ്തൊരു സിനിമയുണ്ട്. വളരെ ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. ഏതാന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ആ പടത്തിൽ ഇപ്പൊ നഗുമോ ഉണ്ട്, പിന്നെ ഹൃദയത്തിൽ ആറാറ് ഈ നമ്മളുടെ രാഗങ്ങൾ തന്നെ ഹിന്ദുസ്ഥാനിലെ വേറെ പേരിലുണ്ടല്ലേ കുറച്ച് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശുഭബന്ധുവരാളി അവിടെ തോടി എന്നാണ് പേര് അവിടെ. അങ്ങനെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. ഓ ശരി. ഹംസധ്വനി സെയിം പേരാണ്. ആബേരിക്ക് ബീംബ്ലാസ് അഥവാ ബീംബ്ലാസി എന്ന് പറയും. അത് ശരി. രാവേ ഈ വേള കാവവേ ബ്രോവവേ നീവേ നാ ബന്ധു. नसर करम दी पानी सैया बेड़ियां बने लामी सैया फुलना किधरे जामी सैया लगिया तोड़ भावी सैया नी सगमन गुम्मो मोगनले గమప నిదప సగమ నిసగమ నగుమ్మో నిసగరి సని సగమప సగమప మగమ నిదప నగుమ్మో. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ പാട്ടിന്റെ ABCD പോലും അറിയത്തില്ലാത്ത ഒരാളാണ് ഞാൻ. പാട്ടിൽ ABCD ഇല്ല. ഒന്നും അറിയില്ല. എന്റെയും പക്രുച്ചേട്ടന്റെയും ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാമറയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിടുത്തം അവിടെ ഞാൻ കണ്ടതാണ്. അല്ല, സത്യസന്ധമായിട്ട് എനിക്ക് സംഗീതമായിട്ട് യാതൊരു താളം പിടിച്ചല്ല, താളം പോയി അവന്. അത് പിടിക്കാൻ കിളി പോയെന്നല്ലേ പറയാ. അല്ല, എന്റെ ഫേസ് എക്സ്പ്രഷൻ തീരെ മോശമായിരുന്നോ? അല്ല, നന്നായിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന രീതിയിൽ എക്സ്പ്രഷൻ കൊടുത്ത ചേട്ടനാ. നാദിഷ്ക്കാണ് ഇതിൽ അറിയാവുന്നത്. നാദിഷ്ക്ക് കൊടുത്തില്ല. അല്ല, നാദിക്കയുടെ ഓരോ സംസാരങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇനി ഞാനിവിടെ വന്ന് എന്ത് പറയുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നാദിക്ക. എനിക്ക് എന്റെ വെറുതെ ഒരു സംശയമാണ്. ഈ പറയുന്ന പോലെ ഹിന്ദുസ്ഥാനി രാഗങ്ങളുണ്ട്, കർണാട്ടിക് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നാഷ്കടെ എനിക്ക് ഒരുപാട് സിനിമകളിൽ ഇക്ക ചെയ്ത മ്യൂസിക്കുകൾ ഉണ്ടെങ്കിലും ഗാന്ധിയൻ എന്ന് പറഞ്ഞ പടം ഒന്ന് തോന്നുന്നു. പൂന്തിങ്കളി മൂവന്തിയ, പക്ഷെ ആ പാട്ട് അത് ഏത് മൂവന്തിയ? പക്ഷെ ഞാൻ അങ്ങനെ രാഗം ബേസ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇക്ക എവിടെന്നാണ് ഇത് കറക്റ്റ്? ഇത് രാഗങ്ങളെ കുറിച്ചിട്ട് അറിയാവുന്ന ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു വലിയ ബാങ്കാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആളാ ഞാൻ. ബേസിക് ആയിട്ട് 2 മാസം കണ്ട് ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചിട്ടുള്ള, പിന്നെ ഈ സിനിമാ പാട്ട് നമ്മുടെ പാട്ടിനെ കളിയാക്കിയാളാ. അല്ല, ആ പാട്ട് ഇക്ക ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സോങ് ആണ്. പാടിയ പാട്ടാണത്. അതിന് പറയല്ല. ഇപ്പോ സാധാരണ മ്യൂസീഷ്യന്മാരെല്ലാവരും ഹാർമോണിയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, ഗിറ്റാറോ കീബോർഡോ പെട്ടി എന്തെങ്കിലും വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നുമില്ല. ഈ ഫോണിന്റെ അകത്ത് ആ സമയത്ത് വായിൽ വന്ന എന്ത് ട്യൂണ, എനിക്ക് ഈ രാഗങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത കാരണം ഏത് രാഗത്തിൽ നിന്ന് മറ്റു രാഗത്തിലേക്ക് ഇതിന്റെ സ്വരസ്ഥാനം ഞാൻ നോക്കൂല. ഞാൻ ധൈര്യമായിട്ട് പോകും. കാര്യമുണ്ട്, എന്താ പറയാ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു വിദ്വാൻ കണ്ടുപിടിക്കട്ടെ. അല്ല, നമ്മുടെ ഇവിടുത്തെ കോമഡി മാസ്റ്റേഴ്സ് ഒരുപക്ഷെ നാദിക്കായിരിക്കും അങ്ങനെ കണ്ടുപിടുത്തത്തിൽ വരാൻ പോകുന്നത്. ഇനി ഇതിൽ വേറെ 2 കാര്യങ്ങൾ പറയണം. ഇദ്ദേഹത്തിന് മാത്രം പറയാൻ പറ്റില്ല. ഇദ്ദേഹം പാടുന്ന ഓരോ പാട്ട് കഴിഞ്ഞ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് പുള്ളി മാറ്റുമ്പോ അതിനൊപ്പം വായിക്കുന്ന ഇവർ 2 പേരെയും കാര്യം പറയാതെ. അതാണ് ഇവരെ ഒരുമിച്ച് നമുക്ക് ഇവിടെ കിട്ടുക. ആ പെർഫോമൻസ് കണ്ട് നമ്മൾ ഹാപ്പി ആണല്ലോ. എനിക്കൊരു പിടിവള്ളി കിട്ടിയെന്താണെന്നറിയാം. എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വലിയ സന്തോഷം തോന്നിയത് കോട്ടയംകാരനാണെന്ന് പറഞ്ഞതിലാണ്. അതാണ് കണ്ട, ഇപ്പൊ മനസ്സിലായോ? പാട്ടിലും ആ വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ സാധകം ചെയ്യാനായിട്ട് ഇറങ്ങി
നോക്കുന്ന ഒരാള്, അദ്ദേഹം അതിനകത്ത് മുങ്ങിക്കുളിക്കുന്ന ഒരാള് ഇല്ലേ? അതെ. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ് 3 പേർക്കും ഗംഭീരമായിട്ട് ഈ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. നാദിക, പക്രുചേട്ടാ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കണ്ടേ? സത്യമാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങയുടെ പെർഫോമൻസ് കാണാനും ഈ പറഞ്ഞ പോലെ നല്ല കുറെ പാട്ടുകളും ഈ ആബേരി എന്ന് പറയുന്നവൻ ഇത്ര വലിയ ഭീകരനാണ് എന്നുള്ളത് ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജിൽ പറയാറുണ്ട് റീക്ക. ഈ ആഭേരി ശരിക്കും ഇന്ത്യൻ സിനിമ കടപ്പെട്ടിരിക്കേണ്ടതാണ്. ആഭേരി ഒരു സിനിമയിൽ വെച്ചോ, കോലക്കുഴൽ വിളി കേട്ടോ, ആഭേരിയിലെ നമ്മൾ ഒടുവിൽ കേട്ട ജനകീയ പാട്ടതാണ്. ആഭേരി മര്യാദയ്ക്ക് സിനിമയിൽ വെച്ചാൽ ആ സിനിമ വിജയിച്ചിരിക്കും. ആ സിനിമയെ ഉയർത്താൻ സാധിക്കും രാഗം. അതാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എങ്ങനെ പാട്ടുകൾ വന്നു. അടുത്ത പടത്തിൽ നമ്മളെ ഏത് വിധേനയും ആ പേര് വെക്കണോക്ക. ആബേരി രാഗം മാത്രം വെറുതെ പടത്തിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, സ്ക്രിപ്റ്റ് കൂടി മര്യാദ. നീ അതാണ്ട് രാഗം ഇവൻ ഇപ്പൊ അടുത്ത പടം രക്ഷിക്കാൻ വേണ്ടിട്ട് ആബേരി രാഗം പടത്തിന്റെ പേരെന്താന്ന് അറിയുമ്പോ ആബേരി. ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. അതായത് ഇത്ര വലിയ ഭീകരനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു. അതിൽ പ്രത്യേകം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും പ്രത്യേകം കാണാനും കേൾക്കാനും പറ്റിയതിൽ. പിന്നെ കൂടെയുള്ള രണ്ടുപേരുടെയും പേരൊന്ന് പറയും. സുജിത് പറവൂർ ഫ്ലൂട്ട്, അദ്ദേഹം രഞ്ജിത് കുമാർ. എവിടെയാ സ്ഥലം? കോട്ടയം. അതെ, പറവൂരാരനുണ്ട് വരണം. അങ്ങനെ ഭയങ്കര അഹങ്കരിക്കാൻ പറ്റും. എന്നാലും ഇപ്പൊ അല്ല, issue ഇതിനകത്ത് നോക്കുമ്പോ സത്യമാണ്. കോട്ടയമാ കൂടുതല്. അപ്പൊ നാദിക, ഈ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് നമ്മുടെ സൈഡിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ നമ്മള് ഈ ലെജൻസിന്റെ മുമ്പിൽ നമ്മള് എന്തെന്നാ പറയുന്നത്, 3 പേരിങ്ങനെ ഇരുന്നിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ്, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഫ്ലോറിൽ നിങ്ങൾ വന്നത്, ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് 5 സ്റ്റാർ. സൂപ്പർ 5 സ്റ്റാർ നേടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്കത് കൈയോടെ നാദിക, നമുക്ക് ഇപ്പൊ തന്നെ അത് കൈയോടെ നൽകിയേക്കാം. യെസ്, പ്ലീസ് ജോയിൻ us. ഈ ഗംഭീര പെർഫോമൻസിന് നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് നൽകിയിരിക്കുന്നത് നമ്മുടെ ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബിളാണ്. നിങ്ങൾക്ക് 3 പേർ കൂടെ ചേർന്നാണ് ഇത് ലഭിക്കുന്നത്. നാദിക, പ്ലീസ് ഹാൻഡ് ഓവർ. ഇതോടൊപ്പം തന്നെ നമുക്ക് ലണ്ടൻ ക്ലാസിക്കിന്റെ മറ്റൊരു അടിപൊളി ഷർട്ടും സമ്മാനമായി ലഭിക്കുന്നുണ്ട്. 3 പേർക്കും ഉണ്ട് ലണ്ടൻ ക്ലാസിക്കിന്റെ ഷർട്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.